സുരേഷിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ശിവശങ്കർ. ശിവശങ്കർ പറഞ്ഞിട്ടാണ് സ്വപ്ന എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നുള്ളത് പലപ്പോഴായി അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കറിനെ ചതിക്കാൻ ഒരിക്കലും സ്വപ്നയ്ക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ശിവശങ്കർ അങ്ങനെ അല്ലായിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോൾ സ്വപ്നയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ശിവശങ്കർ ആർക്കൊപ്പമാണോ നിന്നത് അതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്കൊപ്പം നിന്നുകൊണ്ട് സ്വപ്നയെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാനും ഏതൊക്കെ തരത്തിൽ അവരെ പ്രതിസന്ധിയിലാക്കാനും കഴിയുമോ ആ തരത്തിലൊക്കെ ശിവശങ്കർ കളിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ ശിവശങ്കർ അനുഭവിക്കുന്നതൊക്കെ സ്വപ്നയുടെ ശാപം തന്നെയാണ്. ജയിലിൽ കിടന്നതും സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ ശിവശങ്കറിനെ കൈവിട്ടതും ഒക്കെ സ്വപ്നയുടെ ശാപം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ശിവശങ്കറിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കറിന് ഗുരുതര രോഗമെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. നട്ടെല്ലിനാണ് രോഗം. നട്ടെല്ലില്ലാത്തവർക്ക് എങ്ങനെ രോഗം വന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇദ്ദേഹത്തിന് നട്ടെല്ല് സ്വയം പൊടിഞ്ഞു പോകുന്ന രോഗമെന്നാണ് വിവരം. ഇത് നിമിത്തം സുഷുമ്നാ നാഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായും കഴുത്തിലും നടുവിലും രോഗം ബാധിച്ചുവെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ശിവശങ്കർ പറയുന്നുണ്ട്. പുതുച്ചേരി ജിപ്മറിലെ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സുപ്രീം കോടതി കൈമാറിയത്. മെഡിക്കൽ റിപ്പോർട്ട് അടുത്തയാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. ലൈഫ് മിഷൻ കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ് നിലവിൽ ശിവശങ്കർ. നട്ടെല്ല് സ്വയം പൊടിഞ്ഞു പോകുന്ന അസുഖമാണ് എം ശിവശങ്കറിന്റേത്. ഇതുമൂലം സുഷുമ്നാ നാഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് എന്നും കഴുത്തും നടും രോഗബാധിതമാണ്. വേദന സംഹാരികളും ഫിസിയോതെറാപ്പിയും തുടരണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴുത്തിൽ കോളറും ഇടുപ്പിൽ ബെൽറ്റും ഇടണം. കഴുത്തോ നട്ടല്ലോ വളയ്ക്കാൻ പാടില്ല. പെട്ടെന്നുള്ള വീഴ്ചയോ അനക്കമോ ഒഴിവാക്കണം. ഭാരമെടുക്കാനോ ദീർഘസമയം നിൽക്കാനോ പാടില്ല. പുതിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ചികിത്സയ്ക്ക് വിധേയമാകണം. ആവശ്യമായി വന്നാൽ മുൻകരുതൽ സ്വീകരിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ നവീൻ കുമാറാണ് മെഡിക്കൽ ബോർഡിന്റെ ചെയർമാൻ. ഡോക്ടർ പ്രദീപ് പങ്കജാക്ഷൻ നായർ, ഡോക്ടർ സാത്യ പ്രഭു എന്നിവരാണ് മെഡിക്കൽ ബോർഡിലെ 2 അംഗങ്ങൾ. ED ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പുതുച്ചേരി ജിപ്മറിലെ ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡിനോട് ശിവശങ്കറിനെ പരിശോധിച്ച റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. റിപ്പോർട്ട് അടുത്തയാഴ്ച സുപ്രീം കോടതി പരിഗണിക്കുന്നതുവരെ ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ജാമ്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ED അടുത്തയാഴ്ച കോടതിയിൽ വ്യക്തമാക്കും. എന്തായാലും ശിവശങ്കറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സ്വപ്നയ്ക്കിട്ട് പണി കൊടുക്കുന്നവർക്കൊക്കെ തിരിച്ചു കിട്ടുന്നത് അവർ പോലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ്. കാരണം പിണറായി സ്വപ്നയെ എപ്പോഴൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ പിണറായിക്കെതിരെ വലിയ വിമർശനങ്ങൾ, കുടുംബത്തിനെതിരെയും ഒക്കെ വലിയ വിമർശനങ്ങൾ, മകൾക്കെതിരെ മാസപ്പടി വിവാദം, അങ്ങനെ പല രീതിയിലുള്ള വിവാദങ്ങൾ പിണറായി അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതുപോലെ തന്നെയാണ് ശിവശങ്കർ. അതിനേക്കാൾ ഒരുപക്ഷെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ശിവശങ്കർ കടന്നു പോകും. കാരണം അത്രത്തോളം വിശ്വാസവും ഇഷ്ടവുമായിരുന്നു സ്വപ്നയ്ക്ക് ശിവശങ്കറിനെ. ആ ശിവശങ്കറാണ് സ്വപ്നയെ ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെടുത്തിയതും സ്വപ്നയെ തള്ളിപ്പറഞ്ഞതും സ്വപ്നയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതും. എന്തായാലും ഇത് സ്വപ്നയുടെ ശാപം തന്നെയാണ്. സ്വപ്നയുടെ ശാപം ശിവശങ്കറിനെ കൊണ്ടേ പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.